ലങ്കയെ ജയിച്ച മഹാവീരൻ. വിജയം ആഘോഷിക്കാതെ മുട്ടുകുത്തി ശിവനെ ആരാധിച്ചത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ കഥയുടെ രഹസ്യം രാമേശ്വരത്തിൽ ഒളിപ്പിച്ചിരിക്കുന്നു. ലങ്കയുടെ യുദ്ധം അവസാനിച്ചു. ലങ്ക നഗരം കത്തിക്കൊണ്ടിരുന്നു. വാനരസേന വിജയം ആഘോഷിച്ചു. ലോകം മുഴുവൻ വിചാരിച്ചത് കഥ ഇവിടെ അവസാനിച്ചു എന്ന്. പക്ഷേ ശ്രീരാമനു വേണ്ടി കഥ ഇപ്പോഴാണ് തുടങ്ങിയത്. കാരണം രാവണൻ ഒരു സാധാരണ അസുര രാജാവല്ലായിരുന്നു. രാവണൻ ഒരു ബ്രാഹ്മണനായിരുന്നു. വേദങ്ങൾ അറിഞ്ഞ മഹാപണ്ഡിതൻ, ശിവഭക്തരിൽ ഏറ്റവും ശക്തനായ ഒരാൾ. രാവണനെ വധിച്ചതുകൊണ്ട് ശ്രീരാമൻ ചെയ്തതെന്ന് ധർമ്മശാസ്ത്രം പറഞ്ഞത് ബ്രഹ്മഹത്യ, ഒരു ബ്രാഹ്മണനെ കൊല്ലുന്ന പാപം. ദുഷ്ടനെ ജയിച്ചാലും ഈ പാപം സ്വയം മാറില്ല. അപ്പോൾ ഋഷിമാർ പറഞ്ഞു, ഈ പാപത്തിൽ നിന്ന് മോചനം നൽകാൻ കഴിയുക മഹാദേവനായ ശിവനു മാത്രം. അതുകൊണ്ട് ശ്രീരാമൻ കടലിന്റെ അടിയിലുള്ള ആ ദ്വീപിൽ അവിടെ തന്നെ നിർത്തി. ശ്രീരാമൻ ഹനുമാനെ കൈലാസത്തിലേക്ക് അയച്ചു, ശിവലിംഗം കൊണ്ടുവരാൻ. ഹനുമാൻ പറന്നു, ശക്തി മുഴുവൻ ഉപയോഗിച്ച്. പക്ഷേ കൈലാസം വളരെ ദൂരെയായിരുന്നു. അതേസമയം പൂജയ്ക്ക് ഏറ്റവും പുണ്യമുള്ള മുഹൂർത്തം തീരാൻ പോകുകയായിരുന്നു. അപ്പോൾ ഈ കഥ അത്ഭുതകരമായി മാറുന്നു. ഈ യുദ്ധം നടന്നതിൻ്റെ കാരണമായ സീതാദേവി കടൽ തീരത്ത് മുട്ടുകുത്തി സ്വന്തം കൈകളാൽ സാധാരണ മണലിൽ നിന്ന് ഒരു ശിവലിംഗം രൂപപ്പെടുത്തി. ദേവി അനുഭവിച്ച എല്ലാം കഴിഞ്ഞിട്ടും കൈതം, ദുഃഖം, അഗ്നിപരീക്ഷ, ദേവി ഒരു ചടങ്ങ് മാത്രം രക്ഷിച്ചില്ല, ആ നിമിഷം തന്നെ രക്ഷിച്ചു. ശ്രീരാമൻ ആ മണൽ ലിംഗത്തെ ആരാധിച്ചു. ശിവൻ പ്രസന്നനായി, പാപം അകന്നു. ആ മണൽ ലിംഗം ഇന്ന് വരെ രാമലിംഗം എന്ന പേരിൽ രാമേശ്വരം ക്ഷേത്രത്തിന്റെ പ്രധാന ദേവതയായി പൂജിക്കപ്പെടുന്നു. അതേസമയം ഹനുമാൻ കൈലാസത്തിൽ നിന്ന് ശിവലിംഗം കൊണ്ടുവന്നെത്തി. പക്ഷേ പൂജ ഇതിനകം കഴിഞ്ഞിരുന്നു. ഹനുമാന്റെ ഹൃദയം തകർന്നു. പക്ഷേ ശ്രീരാമൻ ഒരു അതിസുന്ദരമായ കാര്യം ചെയ്തു. ഹനുമാൻ കൊണ്ടുവന്ന ലിംഗം രാമലിംഗത്തിനടുത്ത് സ്ഥാപിച്ചു. അതിന് പേര് നൽകി വിശ്വലിംഗം. അദ്ദേഹം പ്രഖ്യാപിച്ചു, ഇനി മുതൽ രാമലിംഗം ആരാധിക്കുന്നതിന് മുമ്പ് ആദ്യം പൂജിക്കപ്പെടേണ്ടത് വിശ്വലിംഗമായിരിക്കും. ആ ആചാരം ഇന്ന് വരെ തുടരുന്നു. 2 ശിവലിംഗങ്ങൾ ഒന്നിനൊന്ന് സമീപം. ഒന്ന് സീതാദേവി മണലിൽ നിർമ്മിച്ചത്, മറ്റൊന്ന് ഹനുമാൻ കൈലാസത്തിൽ നിന്ന് കൊണ്ടുവന്നത്. രാമേശ്വരത്തിൽ നിങ്ങളൊരു ജ്യോതിർലിംഗം മാത്രം കാണുന്നില്ല. ലങ്കയെ ജയിച്ച മഹാവീരൻ മണലിൽ മുട്ടുകുത്തി ക്ഷമ ചോദിച്ച സ്ഥലം തന്നെയാണ് അത്. ഒരു ഭാര്യയുടെ കൈകൾ ഒരു സൈന്യത്തിന് കഴിയാത്തത് ചെയ്ത സ്ഥലം. ഒരു ഭക്തന്റെ സ്നേഹം അവൻ വൈകിയെത്തിയാലും മഹത്വപ്പെടുത്തിയ സ്ഥലം. അതുകൊണ്ടാണ് രാമേശ്വരം ലങ്കയെ ജയിച്ച രാമൻ പോലും കൈലാസനാഥനോട് മുട്ടുകുത്തിയ ഒറ്റ സ്ഥലം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ കമന്റ് ചെയ്യൂ. ഓം നമഃ ശിവായ. ഇത്തരത്തിലുള്ള നമ്മുടെ പുരാതന ക്ഷേത്രങ്ങളുടെ യഥാർത്ഥ കഥകൾ അറിയാൻ ഫോളോ ചെയ്യൂ.